ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പാലക് ചപ്പാത്തിയാണ്. പാലക് അഥവാ ചീര കൊണ്ട് എങ്ങനെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു റോട്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ സ്റ്റവിലേക്ക് വയ്ക്കുക. സ്റ്റവ് ഓൺ ചെയ്ത് അതിൻ്റെ 1/4 ഭാഗം വെള്ളം നിറച്ച് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 2 കപ്പ് നല്ല വൃത്തിയായി കഴുകിയ പാലക്ക് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു നീളമുള്ള തവിയോ ടോങ്സോ കൊണ്ട് ഒന്നിളക്കി കൊടുക്കുക. ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ റെസിപ്പി വളരെയധികം ഇഷ്ടപ്പെടും. സാധാരണയായി ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അങ്ങനെ നന്നായി തിളയ്ക്കുന്ന വെള്ളത്തിൽ പാലക്ക് വാടി വരുന്നത് കാണാം. ഒരുപാടങ്ങ് വാടിപ്പോകരുത്. വാടിപ്പോയാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടമാവും. വാടി തുടങ്ങിയാൽ ഉടൻ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് മാറ്റി വെച്ച പാലക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്തതായി ഒരു മിക്സിംഗ് ബോൾ എടുത്ത് 2 കപ്പ് ഗോതമ്പ് മാവും കുറച്ചുപ്പും നേരത്തെ അരച്ചു വെച്ച പാലക്കും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതും ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണിനും അതുപോലെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സിലേക്ക് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഈ പാലക് ചപ്പാത്തി. എന്നിട്ട് കുറേശ്ശായി വെള്ളം ആഡ് ചെയ്ത് വീണ്ടും നന്നായി കുഴയ്ക്കുക. വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ കുഴച്ചെടുക്കാൻ വളരെയധികം പാടുപെടും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്ത് വീണ്ടും ശക്തിയായി കുഴയ്ക്കുക. എത്ര ശക്തിയിൽ കുഴയ്ക്കുന്നോ മാവ് അത്രയും സോഫ്റ്റ് ആവും. നമ്മുടെ ചപ്പാത്തി വളരെയധികം സോഫ്റ്റായി തുടങ്ങും. എന്നിട്ട് ഒരു പന്ത് രൂപത്തിൽ അത് കുഴച്ചെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി അരമണിക്കൂറിന് ശേഷം മൂടി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം നനഞ്ഞ തുണി മാറ്റി വീണ്ടും ഒന്ന് ശക്തിയായി കുഴയ്ക്കുക. എന്നിട്ട് ചെറിയ ഇളകളായി മാറ്റി വയ്ക്കുക. ഇവിടെ നമുക്ക് 9 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. അതായത് 9 ചപ്പാത്തി ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഒരു റോളിംഗ് പാൻ എടുത്ത് അതിലേക്ക് ഒരു ഉരുള എടുത്ത് കുറച്ച് പൊടി അതിൻ്റെ മുകളിൽ തൂക്കി നന്നായി പരത്തിയെടുക്കുക. അനീമിയ അഥവാ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത്. അവർക്ക് ദിവസവും ബ്രേക്ക്ഫാസ്റ്റായോ ലഞ്ചായോ അല്ലെങ്കിൽ ഡിന്നറായോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ പരത്തിയെടുത്ത ചപ്പാത്തി ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ നന്നായി ചൂടാക്കി അതിലേക്ക് ഇട്ട് ഓരോ വശവും കുക്ക് ചെയ്തെടുക്കുക. ആദ്യം ഒരു വശം ഇട്ട് ഒരു 3 മിനിറ്റിന് ശേഷം മറുവശത്തേക്ക് തിരിച്ചിടുക. വീണ്ടും മറുവശം തിരിച്ചിട്ട് വെജിറ്റബിൾ ഓയിലോ ഗീയോ തൂകി കൊടുക്കുക. ചപ്പാത്തി ബോൾ രൂപത്തിൽ പൊങ്ങി വരുമ്പോൾ അത് മാറ്റിവെക്കും. അങ്ങനെ നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ പാലക് റോട്ടി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.